ചെമ്മീൻ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ അശോകൻ്റെ മകൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെക്കൻ്റെ അമ്മാവനായിട്ട് വരുന്നത് ബീരാനാണ്. ബീരാനും ആ കല്യാണത്തിനുണ്ട്. അപ്പോൾ സച്ചി, രേവതി, ശ്രുതി എല്ലാവരും ആ കല്യാണത്തിനുണ്ട്. പക്ഷേ പരസ്പരം ബീരാനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നേരിട്ട് കാണാമെന്നുള്ള നിമിഷം നമ്മുടെ പെരുങ്കളിയായിട്ടുള്ള ശ്രുതിയുടെ ഇത്രയും കാലമായിട്ട് ശ്രുതി പറഞ്ഞിട്ടുള്ള ആ നുണകളെല്ലാം പൊളിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ശ്രുതിയും ഒന്നും പണക്കാരിയല്ല എന്നൊക്കെ അറിയാൻ പോവുകയാണെ. നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചു കല്യാണ വീട്ടിൽ മദ്യപിക്കുകയാണെന്നുള്ളത് പറയുകയാണേ. അപ്പോൾ ഇത് രവീന്ദ്രനോടും വന്ന് പറയണം. രവീന്ദ്രയോട് സച്ചിയെ നോക്കിയിട്ട് വരാനായിട്ട് പറയണം. ഈ സമയത്ത് കുടിക്കുന്നവൻ്റെ ഗ്ലാസ്സിൽ നിന്ന് മദ്യം നമ്മുടെ സച്ചിയുടെ ഡ്രസ്സിലേക്ക് വീഴുകയും സച്ചി എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് സച്ചിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും അതുപോലെ സച്ചിയാണെങ്കിലോ ഇതല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സച്ചി കുടിച്ചിട്ടില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നുമില്ല കേട്ടോ. അവസാനം ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ കുടിക്കുന്നത്? അപ്പോഴേക്കും സച്ചി പറയാം, എൻ്റെ പൊന്ന് ശ്രീകാന്ത്, നീ എൻ്റെ സ്വന്തം അനിയനല്ലേ, ഞാൻ നിൻ്റെ മുഖത്തേക്ക് ഊതാം, ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഊതുമ്പോൾ സച്ചി കുടിച്ചിട്ടില്ല. ഇത് കാണുന്ന ശ്രീകാന്താണെങ്കിൽ ഏട്ടത്തിയോട് പറയണം, ഏട്ടത്തി സച്ചി കുടിച്ചിട്ടില്ല, അവൻ പറയുന്നത് സത്യമാണെന്ന് പറയണം. ഇതെന്തായാലും നമ്മുടെ സച്ചിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരികയാണ് നമ്മുടെ രേവതിയോട് പറയാൻ കേട്ടോ. ഈ സമയത്ത് രേവതി പറയണം, നീ എൻ്റെ ഭാര്യയല്ലേ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ കുടിച്ചില്ല എന്നുള്ളത് നിനക്കറിയില്ലേ, എത്ര വർഷമായിട്ട് അറിയാടാ നിനക്ക്, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, അപ്പം ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിനക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയില്ലേ. എടാ പറ്റിപ്പോയടാ, ഞാൻ കുടിച്ചെന്ന് നിങ്ങളോട് ആരാ വന്ന് പറഞ്ഞത്? അപ്പോൾ ശ്രീകാന്തിനോട് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എന്നോട് എടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്, എടുത്തിയോട് ആരാ പറയുന്നത് എനിക്കറിയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും രേവതിയോട് സച്ചി ചോദിക്കുക, രേവതി നിന്നോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഇത് അറിയുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ അടുത്ത് ഞാൻ കുടിച്ചെന്ന് പറഞ്ഞത് ആരാണ്, ഇപ്പം എനിക്ക് അറിയണമെന്ന് പറയണം. അപ്പോഴേക്ക് രേവതി പറയണം, അതിനൊന്നും എന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കുടിച്ചിട്ടില്ല, അതെനിക്ക് മനസ്സിലായി, പിന്നെ പിന്നെ വിഷയമൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല രേവതി, ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് എനിക്ക് അറിയണമെന്ന് പറയുകയാണെ. നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ് നിങ്ങൾ കുടിച്ചതെന്ന് പറഞ്ഞത്. ഓ, ആ ഓട്ടക്കാരനായിരുന്നു അല്ലേ പറഞ്ഞത്? എനിക്കറിയാം, അവൻ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള നുണകളൊക്കെ പറയുള്ളൂ. അത് അമ്മയോട് ചെന്ന് പറഞ്ഞ് എന്തിനാണ് ഞാൻ കുടിച്ചെന്നുള്ളത്? അവനടുത്ത് നേരിട്ട് ചോദിച്ചിട്ട് എന്നെ കാര്യം, എവിടെ ഓട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇട ശ്രുതി എന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുകയാണേ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയായിട്ട് തൂണുമ്പോൾ ചാരി എന്നിട്ട് നീയാണ് ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി ചെന്നതും, എടാ കള്ളശ്രുതി, ഞാൻ എപ്പോഴാണ് കുടിക്കുന്നത് നീ കണ്ടത്? നീ ചെന്ന് അമ്മയോട് പറഞ്ഞില്ലടാ നുണയാ, നീ പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ്, അമ്മയോട് ചെന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിനക്ക് എന്തിൻ്റെ കേടടാ, നീ കണ്ടോടാ ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയാ, പിന്നെ നീ നുണ പറയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോണും തട്ടിപ്പിടിച്ചിട്ട് പോവാണ് കേട്ടോ. ഞാൻ തട്ടിപ്പറിച്ചത് നീ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ നീ കുപ്പിയായിട്ട് നിൽക്കുന്ന കണ്ടോ. എടാ, കുപ്പിയായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചു എന്നാണോ? അത് നീ ചെന്ന് അമ്മയോട് പറഞ്ഞിരിക്കുന്നു, അമ്മ അത് ചെന്ന് അച്ഛനോട് പറഞ്ഞിരിക്കുന്നു, അച്ഛൻ ഇവളോട് പറഞ്ഞിരിക്കുന്നു, ഞാനൊരു കുടിയനാണ് നിങ്ങളങ്ങ് ചിത്രീകരിച്ച് വയ്ക്കുകയും ചെയ്തു അല്ലേ. നന്നായിട്ടുണ്ട്, നിന്നെ ഫോണിന് തരണം വേണ്ടി ഞാനങ്ങ് തീരുമാനിക്കുമെന്ന് പറയണേ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയണേ, എടാ എൻ്റെ ഫോൺ ഇങ്ങ് താടാ, അതിൽ ക്ലയൻറ്റ് വിളിക്കും, ആര് വിളിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ തരില്ല എന്ന് പറയണേ. നീ എന്തിനാണ് ശ്രുതിയുടെ ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്നത്, അവന് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയണേ. ഇതേക്കുന്ന രേവതിയാണെങ്കിൽ ഒരു കണക്കിന് സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് അങ്ങ് കൊടുക്കാനായിട്ട്. ഇത് കിട്ടിയപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായത്. അപ്പോഴേക്കും സച്ചി പറയും, എന്തിനാ രേവതി അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തത്, അവന് ഇത്രയും നുണ പറഞ്ഞല്ലേ, അവന് കൊടുക്കണ്ടെന്ന് പറയണേ. പിന്നെ കാണിക്കുന്നത് രണ്ട് കള്ളന്മാരെയാണ്. അവർ ഭാര്യയും ഭർത്താവുമാണ്. പെണ്ണിൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണവും അതുപോലെ തന്നെ വന്നിരിക്കുന്നവരുടെ കഴുത്തിൽ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി അവർ വന്നതാണ്. അങ്ങനെ അവരിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് അശോകൻ വന്നിട്ട് പറയാം, മോളെ, പെണ്ണിനെ കൂട്ടി അകത്തേക്ക് വരാനുള്ള സമയമായി, മണ്ഡപത്തിലേക്ക് നീ കൂട്ടിയിട്ട് വാന്ന് പറയാം കേട്ടോ. അങ്ങനെ രേവതി നേരെ ഗ്രീൻ റൂമിലേക്ക് ചെയ്യണം. പെണ്ണിനോട് പറയണം, മോളെ റെഡി ആയില്ലേ, നമുക്കിത് മണ്ഡപത്തിലേക്ക് കയറാമെന്ന് പറയണം. അങ്ങനെ പെണ്ണുമായിട്ട് ഗ്രീൻ റൂമിലേക്ക് പുറത്തിറങ്ങാൻ നോക്കുകയാണ്. ഈ സമയത്ത് കള്ളിയെന്ന് പറഞ്ഞല്ലോ, അവരാണെങ്കിലോ പെണ്ണിൻ്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് രേവതിയോട് പറയണം, ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ സമയമായി. അപ്പോൾ പെൺകുട്ടിയുടെ കൂട്ടുകാരികളാണെങ്കിലോ ഇന്നിട്ടിരുന്ന സ്വർണ്ണമാലയുണ്ടല്ലോ, അതെവിടെയാണെന്നും ഇങ്ങനെ പറയാം കേട്ടോ. അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അത് നല്ല അതാണെങ്കിലേ ഇവിടെ തന്നെ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പറയണം. ഇത് അറിഞ്ഞ ആ ഒരു കള്ളി പറയാണ്, ഇത് അവരോടൊന്ന് പോയിട്ട് വേണം മോഷ്ടിക്കാനെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ. ഈ കൊച്ചിനെയും കൊണ്ടങ്ങ് പൊക്കോളാൻ പറയണം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അങ്ങനെ സംശയം തോന്നില്ല കേട്ടോ. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് രേവതി അങ്ങ് പോവുകയാണ്. തിരിച്ച് രേവതി എന്തോ കാരണം കൊണ്ട് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കത്രിക നിലത്തേക്ക് വീഴുകയാണ്. ഇത് കണ്ട് രേവതിക്ക് ആകെ ഡൗട്ട് അടിക്കാൻ, നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് കത്രിക, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാന്ന് വിചാരിച്ചാൽ. അപ്പോഴേക്കും പറയുകയാണ്, ഓ, കത്രിക കയ്യിൽ വരാനുള്ള കാരണേ ഞാനേ എല്ലാവർക്കും മുല്ലപ്പൂ മുറിച്ച് കൊടുത്തത് ഞാനാണ്. അപ്പോൾ പിന്നെ കത്രിക വേണമല്ലോ, ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂ മുറിക്കാനുള്ള കത്രിക വേണമല്ലോ. അപ്പോൾ രേവതി പറയാം,
നിങ്ങൾ ചെക്കൻ്റെ ആരാന്നാ പറഞ്ഞത്? ഞാനേ ചെക്കൻ്റെ നാത്തൂൻ്റെ അമ്മയാണ്. അങ്ങനെ എന്തൊക്കെയോ പറയണം. അപ്പോഴേക്കും രേവതി പറയാം, ഓ അത് ശരി. അല്ല നിനക്കെന്നെ സംശയമുണ്ടോ? ചെക്കൻ വീട്ടുകാരെ തന്നെ നീ സംശയിക്കുമല്ലേ എന്ന് പറയണേ. എനിക്കെന്തിനാ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചോദിച്ചില്ല. എന്തായാലും നിങ്ങൾ പൊക്കോ, പെണ്ണിനായിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് താഴോട്ട് പൂട്ടിയിട്ട് അങ്ങ് പോവുകയാണേ. പക്ഷേ കത്രിക വെച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കത്രിക കയ്യിൽ കരുതിയത് കേട്ടോ. രേവതിക്ക് അത് ഡൗട്ട് തോന്നിയെങ്കിലും പ്രശ്നമാക്കണ്ടെന്ന് വെച്ച് രേവതി പെണ്ണിനെ കൊണ്ടങ്ങ് പോവുകയാണേ. അടുത്ത സീനിൽ സച്ചിയെ കാണിക്കാം കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറയാണ്, അതെ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ ചില സമയത്ത് കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചെന്ന് പറയും. അപ്പം ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അവളത് വിശ്വസിക്കാറില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ ആ ഓട്ടക്കാരി ശ്രുതി അമ്മയോട് എന്നിട്ട് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. അത് അമ്മ വിശ്വസിച്ചു. അത് രേവതിയോട് പറഞ്ഞപ്പോൾ രേവതി അത് വിശ്വസിച്ചു. അപ്പം നമ്മുടെ ചന്ദ്ര പറയാം, ഓ പിന്നെ നീ ഇതിന് മുമ്പൊക്കെ കല്യാണ വീട്ടിൽ നിന്ന് കുടിച്ച് പ്രശ്നം ഉണ്ടാക്കാത്തവനാണല്ലോ. അതുകൊണ്ടാണ് നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ നിനക്ക് ഇതൊക്കെ തോന്നുന്നത്. ഓ അങ്ങനെയായിരുന്നോ? അല്ലെങ്കിൽ തന്നെ എന്തിനാടാ നീ കുടിക്കുന്നത്? നിനക്ക് ഇത്ര നല്ലൊരു ഭാര്യ കിട്ടില്ലേന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്ക് ചന്ദ്ര പറയാം, അതെ കുപ്പിക്ക് പറ്റിയ മുടിയാണ് രണ്ടെണ്ണം. നീ എന്താ ചന്ദ്ര ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുക, ഇത് കല്യാണ വീടല്ലേ. അപ്പോഴേക്ക് സച്ച് പറയാം, ആ ചേർച്ചയുള്ളത് എന്നാണല്ലോ അമ്മ ഉദ്ദേശിച്ചത്. അതെ രേവതിയെ പോലെ നല്ലൊരു അമ്മയെ ഭാര്യയെ കിട്ടിയിട്ട് ഞാൻ കുടിക്കുന്നത് എന്താണെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അച്ഛന് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഭാര്യയെ കിട്ടിയില്ലേ, എന്നിട്ട് എന്താ അച്ഛൻ കുടിക്കാത്തെ? അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാനൊരു ഭീകരിയാണെന്ന്, നിങ്ങളെപ്പോഴും കുടിച്ച് നടക്കണവനാണെന്ന്. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇത് കേട്ട രവീന്ദ്രൻ പറയാണ്, അവൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ, നീ ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്ര എന്ന് പറയണം. എന്നിട്ട് സച്ചോട് പറയടാ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും കുടിക്കുന്നവർ ഒരിക്കൽ നീ പിടിക്കപ്പെട്ട് കുടിച്ചത് എല്ലാവരും കണ്ടു. പിന്നെ പിന്നെ നീ പാലും വെള്ളം കുടിച്ചാലും എല്ലാവരും പറയും നീ കുടിയനാണെന്ന്. നീ ബ്രാൻഡി കുടിച്ചെന്നേ പറയുള്ളൂ. പാല് കുടിച്ചാലേ നീ ഇനി ബ്രാൻഡി കുടിച്ചെന്നേ പറയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പെണ്ണുമായിട്ട് നമ്മുടെ രേവതി മണ്ഡപത്തിലേക്ക് വന്നല്ലോ. അതിനുശേഷം നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതി പറയണം, സച്ചിയേട്ടാ എനിക്ക് നല്ല സംശയം. ഞാൻ കുടിച്ചെന്നാണോ നിൻ്റെ സംശയം? കുടിച്ചില്ല എൻ്റെ രേവതി, അതല്ല. ഞാൻ പെണ്ണിനെയും കൂട്ടിയിട്ട് വരാനായിട്ട് ഗ്രീൻ റൂമിലേക്ക് പോകുമ്പോഴേ പെണ്ണിനെയും കൂട്ടി വരാനായിട്ട് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ ഒരു സ്ത്രീ വന്നു. എന്നെ പേര് വിളിച്ച് സ്വന്തക്കാരെ പോലെയാണ് സംസാരിച്ചത്. പക്ഷെ അവരുടെ രൂപത്തിലും ഭാവത്തിലും നോട്ടത്തിലുമൊക്കെ എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു കത്രിക നിലത്തേക്ക് വീഴുകയും ചെയ്തു. ആ സ്ഥലത്താണെങ്കിൽ കൊച്ചിൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ചെക്കൻ വീട്ടുകാരാണെന്നാണ് പറഞ്ഞത്. ചെക്കൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ചെക്കൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയോ? ചെക്കന് പെങ്ങളില്ല, പിന്നെ ഇങ്ങനെ അമ്മായിയമ്മ ഉണ്ടാവുന്നത്? അയ്യോ സച്ചിയേട്ടാ സത്യമാണോ? നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, ഇപ്പം നീ അപ്പം തന്നെ എന്നെ വിളിക്കണ്ടായിരുന്നോ? നീ അവിടെ നിന്ന് വരേണ്ടായിരുന്നല്ലോ. എന്തായാലും വാ നമുക്ക് നോക്കാമെന്ന് പറയണേ. അങ്ങനെ പോകുന്ന സമയത്ത് ആ സ്ത്രീ ആണെങ്കിലോ സ്വർണ്ണമൊക്കെ എടുത്തൊരു ബാഗിലാക്കിയിട്ട് പോയൊരു ഓട്ടോയിൽ കയറുകയാണ്. ഭർത്താവും ഉണ്ട് കേട്ടോ. ഭർത്താവാണ് ഓട്ടോ ഓടിക്കുന്നത്. അപ്പോഴേക്കും സച്ചിയുടെ അതേ ആ സ്ത്രീയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി പറയാം, ഓ അവരോ? അവരോട് നിൽക്കുമ്പോൾ ചെറിയൊരു ഹാൻഡ് ബാഗ് അവരുടെ കയ്യിലുണ്ട്, ഇപ്പോൾ അതേ വലിയൊരു ബാഗ് ഉണ്ടോ? അവരെന്തോ മോഷ്ടിച്ചുകൊണ്ടാ പോകുന്നത്. സച്ചി രേവതിയും കൂടെ ഓടി ചെല്ലുകയാണ്. അങ്ങനെ അവരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ വന്നിട്ട് അപ്പം തന്നെ പോയാൽ എങ്ങനെയാ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ? അതെ പോയിട്ട് അർജൻറ്റായിട്ടൊരു ഹോസ്പിറ്റൽ കാര്യമുണ്ടെന്ന് ഭർത്താവ് പറയണം. അപ്പോഴേക്കും സച്ചി പറയാം, ഓ അങ്ങനെയാണോ? നിങ്ങൾ ചെക്കൻ വീട്ടുകാരാണോ അതോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ? അപ്പോൾ ഭാര്യ പറയാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന്, ഭർത്താവ് പറയാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ സച്ചി പറയാം, ഓ അങ്ങനെയാണല്ലേ, അപ്പം നിങ്ങളെ പിടിക്കാനായിട്ട് പോലീസിൽ പോരും, അവരുടെ കയ്യിലേ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും ഇവർ ഓടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ഇവരെ പിടിച്ച് നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയെ അവർക്ക് അവരെ പിടിച്ച് നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കത്തി കൊണ്ട് ചെറിയൊരു പോറലൊക്കെ പറ്റുന്നുണ്ട്. ബാഗ് പിടിച്ച് മേടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആൾക്കാരൊക്കെ ഓടി വന്ന് അവരെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവർ എസ്കേപ്പായി പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ സ്വർണ്ണം കിട്ടുകയാണ്. അപ്പോഴേക്കും അശോകൻ പറയുകയാണ്, പിന്നെ എൻ്റെ മോളുടെ സ്വർണ്ണമാണ് രേവതി സച്ചിയും കൂടി, എൻ്റെ പൊന്നു മോളെ നീ കാരണമാണ് ഈ കല്യാണം നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കാരണം തന്നെ ഇവിടെ നടക്കാനിരുന്ന വലിയൊരു ആപത്ത് അത് ഇല്ലാതായി. ഇനി എങ്ങനെ സ്വർണം പോയിരുന്നെങ്കിൽ ചെക്കൻ വീട്ടുകാരോട് ഞാൻ എന്ത് പറയുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണെ. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു സീന് വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ശ്രുതിയെ കയ്യോടുകൂടി പിടിക്കുന്ന സീനാണ് കേട്ടോ. അത് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ? അതായത് നമ്മുടെ രേവതിയുടെ കാര്യം ചെറിയ മുറിവായി. അപ്പോൾ ഇവർ ചോദിക്കുക, പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, ഞാൻ ഓക്കെയാണ് സച്ചേട്ടാ എന്ന് രേവതി പറയുകയാണേ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് അങ്ങ് സച്ചിൻ രേവതി മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ളൂ. അടുത്ത സീനിൽ ബീരാനെ കലവറക്കാരുടെ അടുത്തുനിന്ന് കാണിക്കാൻ കേട്ടോ. കലവറയിൽ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബീരാൻ അങ്ങനെ ഇരിക്കുകയാണ്. ബീരാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാരൊക്കെ പോയി. ഇപ്പോൾ അവനും അവൻ്റെ രണ്ടാമത്തെ മകനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അവരെ പരിചയപ്പെടണമെന്ന് പറയണം. അപ്പം ബീരാൻ പറയാം, അതിനിപ്പോൾ എന്താ പരിചയപ്പെടാലോ, അതിനൊരു കുഴപ്പമില്ലെന്ന് പറയണേ. ഈ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ബീരാനോട് പറയുകയാണ്. ഇങ്ങനെ രണ്ട് കള്ളന്മാർ വന്നതും അവരെ സച്ചിൻ്റെ രേവതിയും കൈയോടുകൂടി പിടിച്ചതും എല്ലാം ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ബീരാൻ പറയും, ഓ ഇത്രയും സാമ്പത്തികമുള്ള രണ്ട് കുട്ടികൾ, അവരെന്തായാലും എനിക്ക് കാണണം. അവർക്ക് വേണ്ട എല്ലാ മര്യാദകളും നമ്മൾ ചെയ്യുകയും വേണം.
പലഹാരങ്ങളെല്ലാം അവർക്ക് കൊടുക്കുകയും വേണമെന്ന് പറയണേ. അപ്പോൾ നമ്മൾ നല്ല മാനം മര്യാദയ്ക്ക് ഇവരെ ട്രീറ്റ് ചെയ്യണമെന്നും പറയാണ് കേട്ടോ. അങ്ങനെ എന്തായി കൊട്ടും മേളവും ബഹളമൊക്കെ ആയിട്ട് നമ്മുടെ ബീരാനാണെങ്കിലോ രേവതി സച്ചയും കാണാനായിട്ട് വരികയാണേ. അങ്ങനെ കയ്യിലാണെങ്കിലോ 2 പൂമാലയുണ്ട് കേട്ടോ. സച്ചിൻ രേവതി ഈ ഒച്ച കേട്ട് നോക്കുമ്പോഴോ അവരാകെ ഷോക്കായി പോവാണ്. ബീരാനെയാണ് കാണുന്നത്. ഇവർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് പോവാണ്. ഇത്രയും കാലം മലേഷ്യ അമ്മാവൻ എന്ന് പറഞ്ഞ ആൾ ഇയാളാണോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് അശോകൻ പറഞ്ഞു ഇതാണ് ചെക്കൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും സച്ചിൻ രേവതി ആകെ ഷോക്കായി പോയി കേട്ടോ. ബീരാനാണെങ്കിൽ ഇവരെ കണ്ടപ്പോഴേക്കും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് അശോകനാണെങ്കിലും നമ്മുടെ സച്ചിയോട് പറയണേ ഇദ്ദേഹത്തിൻ്റെ പേരുന്ന് ബീരാൻ എന്നാണ്. ഇദ്ദേഹത്തിന് അടുത്തൊരു ചിക്കൻ കടയാണുള്ളത്. ഇദ്ദേഹമേ ആ കട വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറയുകയാണ്. നേർമയായിട്ടുള്ള മനുഷ്യനാണെന്ന് പറയുകയാണ്. എന്നിട്ട് സച്ചി പറയാം ഓ അങ്ങനെയായിരുന്നോ, നേർമയായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മര്യാദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂമാലയും കൊട്ടും പഞ്ചവാദ്യമൊക്കെ ആയിട്ട് വന്നത്. ആ സത്യത്തിൽ ഞങ്ങൾക്കല്ല മാമ മര്യാദ ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം ഇത്രയും നല്ല മനുഷ്യനല്ലേ, അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മര്യാദകളൊക്കെ ചെയ്യേണ്ടതല്ലേ, അത്യാവശ്യമല്ലേ എന്ന് പറയണേ. ഇദ്ദേഹമാണെങ്കിൽ നാട് വിട്ട് പോയിട്ടില്ലല്ലോ. ഞാനായിട്ട് ഇദ്ദേഹം നാട് വിട്ട് പോയില്ലെങ്കിൽ ഞാൻ തന്നെ ഇദ്ദേഹത്തെ കാണിക്കാൻ പേടിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇദ്ദേഹമാണ് കലവറയിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. നമ്മളെപ്പോലെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. കാര്യമാണ് ചെക്കൻ വീട്ടുകാരെ എല്ലാവരും സമ്മതിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ കല്യാണം നടത്താനൊക്കെ ഒരു കാരണക്കാരൻ ഇദ്ദേഹം തന്നെയാണെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് ഓ അങ്ങനെയാണോ, അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മര്യാദയൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമല്ലേ. ഇദ്ദേഹത്തിൻ്റെ പൂമാല ഈ കൊണ്ടുവന്ന പൂമാല അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബീരാൻ. അങ്ങനെ ബീരാനെയും കൂട്ടിയിട്ട് നമ്മുടെ സച്ചിൻ രേവതി പിന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും വീടാണ് കാണിക്കുന്നത്. അല്ല എന്തായാലും ഭവാനിയുടെ കല്യാണം, ഭവാനി അതായത് തമിഴിൽ ഭവാനി എന്നാണ് അശോകൻ്റെ മകളുടെ പേര്, മലയാളത്തിൽ വേറെ പേരാണ്. അപ്പോൾ ആ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. അവനിപ്പോൾ സമാധാനമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത്ര നല്ല കുടുംബമൊന്നുമല്ല, സാധാരണക്കാരുടെ കുടുംബം അത്രേ പറയാൻ പറ്റുള്ളൂ. എന്താ ചതേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്? നമ്മളെ കുടുംബത്തിൽ നോക്കിയേ നിങ്ങളായിട്ടൊരു പൂ കെട്ടുന്നവളെ കൊണ്ടുവന്നു. ബാക്കിയുള്ളവരൊക്കെ നല്ല റിച്ചല്ലേ. എൻ്റെ ശ്രുതിയാണെങ്കിൽ കോടികളുടെ സ്വത്തുണ്ട്. അവളെ കേസിൽ ജയിച്ചു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ അവളുടെ കയ്യിലിരിക്കില്ലേ. പിന്നെ വർഷയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ ഈ സാധാരണക്കാരുടെ ഈ ഇറച്ചിക്കാരുടെ ഇതൊക്കെ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അതുപോലെ സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം നടന്നു, അത്രയല്ലേ ഉള്ളൂ. ആ ഒരാളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ഏറ്റവും നല്ല വലിപ്പം, അല്ലാതെ സ്വത്തൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ്. പൂ കെട്ടുന്നവളെ ഞാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുച്ചി തന്നെയാണ് ഈ വീട്ടിലെ മറ്റു മരുമക്കളെക്കാളും ഏറ്റവും നല്ല സ്വഭാവമുള്ള പെൺകുട്ടി. അതൊന്നും ഒരിക്കലും പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് സച്ചിൻ രേവതി വന്ന് കയറുക കേട്ടോ. അച്ഛാ അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്. അല്ല നീ ഇപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്, വരേണ്ടി വന്നു അച്ഛാ എന്നിങ്ങനെ പറയുകയാണ്. എന്നും കുന്നും ആട്ടും തോലിട്ട് ചെന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസം ആട്ടും തോലെങ്കിൽ നശിച്ചു പോയില്ലേ. അതിൻ്റെ ഉള്ളിൽ ചെന്നായി ആരാണെന്നുള്ളത് എന്നും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രൻ രവീന്ദ്രൻ പറയുകയാണ് ഇവരെന്തിനാണോ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആട്ടുംതോയോ ചെന്നായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ എല്ലാവരോടും കൂടെ പറയാം. എവിടെ അമ്മയുടെ മോൻ, അവരോട് ഇങ്ങോട്ട് വരാൻ പറ, അവർ റൂമിലല്ലേ, നീ വിളിക്കുമ്പോൾ വരാനാണോ അവർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നേരത്തെ കയറി ഇടപെടുകയാണ്. എന്നിട്ട് വേഗം തന്നെ ശ്രുതി ശ്രുതി എന്ന് വിളിക്കാൻ കേട്ടോ. ശ്രീകാന്ത് അവിടെ ഇല്ല, റിസോർട്ടിൽ പോയിരിക്കുകയാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അതെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തല, അതായത് ഇത്രയും കാലം നമ്മളെല്ലാവരും പറഞ്ഞു പറ്റിച്ച ഒരു ചെന്നായിയുടെ മുഖം, ആട്ടും തോലുടെ ചെന്നായിയുടെ മുഖം ഇന്ന് പുറത്തേക്ക് വരാൻ പോവാണെന്ന് പറയാണ്. അതെ നിങ്ങളുടെ ഭർത്താവിന് വട്ടായിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് കാണിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഒരു കാര്യമില്ലാതെ അങ്ങനെ സംസാരിക്കില്ല. ചില ആൾക്കാരുടെ പൊയ്മുഖം ഇന്ന് അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. ആ സമയത്ത് സച്ചി പറയണം അതിനുള്ള സമയമായി, ഇദ്ദേഹം ഇങ്ങ് വരും എന്ന് പറഞ്ഞിട്ട് ബീരാൻ വരികയാണ് കേട്ടോ. ബീരാൻ്റെ കഴുത്തിലാണെങ്കിൽ 2 മാലയൊക്കെ ഉണ്ട്. ബീരാനെ കണ്ട് ശ്രുതിയാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ബാക്കി എല്ലാവരും അന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അല്ല ഇതാരാണ് ശ്രുതിയുടെ ഇളയച്ചനോ, മലേഷ്യയിൽ നിന്ന് വന്നോന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ആകെ ആഹ്ലാദത്തിൽ നിൽക്കുകയാട്ടെ. ഈ സമയത്ത് എന്ത് പറയണമെന്ന് പോലെ അറിയാതെ ബീരാൻ ഇങ്ങനെ ആകെ കുഴങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീരാനെ കണ്ടാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇളച്ചൻ എന്താ ഇവിടെ, ഇളച്ചൻ എന്ന് വന്നു, ഇളച്ചൻ മലേഷ്യയിൽ നിന്ന് എപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണ്ട. ഇത് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര മലേഷ്യയിലെ കേസും കാര്യങ്ങളൊക്കെ മാറിയോ, സ്വത്ത് തരാൻ വേണ്ടി വന്നാണോ, എല്ലാം ശ്രുതിയുടെ പേരിലേക്ക് മാറിയോ, എപ്പോൾ വന്നു, വരുന്ന കാര്യമൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. അപ്പോൾ ശ്രുതിയും പറയും അതാ അങ്കിൾ ഞങ്ങളോടൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ, ഇതെന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്, സച്ചി എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാണോ, അങ്കിള് ഹോട്ടലിലാണോ താമസിക്കുന്നത്, വാ നമുക്ക് ഹോട്ടലിലേക്ക് എന്ന് പറയണം. ഇദ്ദേഹം സച്ചി പറയാം നിൽക്ക് ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാമോ, ഇമ്പോർട്ടും എക്സ്പോർട്ടും, അതാ ഇദ്ദേഹത്തിൻ്റെ ജോലി, മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം.
വലിയ ബിസിനസ്സുകാരനാണ്, വെട്ടുന്ന തുണ്ടനുണ്ട്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്. ആ കടുകട് കടുകടാന്ന് ഇറച്ചിയൊക്കെ വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. വേറൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മുടെ അശോക മാമനുണ്ടല്ലോ, അശോക മാമൻ്റെ മോളെ കെട്ടിയിരിക്കുന്ന മോളുടെ ഇളയച്ചൻ കൂടിയാണ് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയണേ. ഓ, നിങ്ങളുടെ ദൂരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു അല്ലേ? പിന്നെ അപ്പോഴേക്കും ശ്രുതി പറയും, ഇവരെങ്ങനെ ഒരു കുടുംബമാവും? ശ്രുതി ഇവിടെ കിടക്കുന്നു, അവരവിടെ കിടക്കുന്നു. ശ്രുതി വലിയ കുടുംബക്കാരല്ലേ, അവരെങ്ങനെയാണ് ശ്രുതിയുടെ അശോക മാമൻ്റെ ബന്ധം ഉണ്ടാവുക? എന്തൊക്കെയാ അവൻ പറയുന്നത്? ഇവൻ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? അപ്പോൾ ശ്രുതിയും പറയണല്ലേ, വെളിവില്ലാതെ വിളിച്ച് പറയാണ്, അങ്കിളിനെ ഇളയച്ചനൊന്ന് വിളിച്ചിട്ട് വേണ്ട വരാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ചോദിക്കാൻ പറ്റാത്ത മാതിരി ഇരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയണതേ, വേറൊരു കാര്യം അറിയാമോ? നമ്മുടെ അശോക മാമൻ്റെ മരുമകൻ്റെ അമ്മാവൻ കോഴിക്കട വെച്ചെന്നല്ലേ പറഞ്ഞത്? അതെ, കോഴിക്കട വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഇദ്ദേഹം ആവുക? ഇദ്ദേഹം വലിയ മനുഷ്യക്കാരല്ലേ. ഇനി ഇങ്ങനെ വിശ്വസിച്ചിരിക്കില്ല അച്ഛാ, ആ കോഴിക്കട വെച്ചിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഈ നാട് വിട്ട് വേറെ ഏത് നാട്ടിലേക്കും പോവില്ല. അദ്ദേഹത്തിന് പാസ്പോർട്ട് പോലും ഇല്ല. അദ്ദേഹമാണ് ഈ കോഴിക്കടക്കാരൻ. ഞാനൊരു ദിവസം കറി വയ്ക്കാനായിട്ട് കോഴി മേടിച്ചില്ല, അത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ്. ഇത് കേട്ടത് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഇതെന്താ സംഭവിച്ചെന്ന് അറിയാത്ത മാതിരി ചന്ദ്രയിൽ നിൽക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുള്ളത്, അതായത് ഈ 4 റിവ്യൂസിൽ പറയുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.